ന്യൂസ് ക്യാൻ മീഡിയയിലേക്ക് സ്വാഗതം. ജൂലൈ 15 തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളുമെല്ലാം ലഭിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്: നെറ്റ്വർക്ക് പ്രശ്നങ്ങളും സെർവർ വേഗതക്കുറവൊക്കെ പരിഹരിച്ച് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ ക്ഷേമ പെൻഷൻകാരുടെ 2024 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 ജനുവരി 1 മുമ്പ് പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ എല്ലാവരും നിർബന്ധമായും ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കണമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. ഇതിനായി നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ ആധാർ കാർഡുമായി ചെന്ന് പൂർത്തീകരിക്കാവുന്നതാണ്. മസ്റ്ററിംഗിന് ഓഗസ്റ്റ് മാസം 24 വരെ സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇനി കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ അവശതകൾ ഉള്ളവരാണെങ്കിൽ അറിയിച്ചാൽ അക്ഷയ പ്രതിനിധി വീടുകളിലെത്തിയും മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിച്ച് നൽകുന്നതാണ്. ഓഗസ്റ്റ് 24-നുള്ളിൽ ഇത് പൂർത്തിയാക്കാത്തവർക്ക് അതിനുശേഷമുള്ള മാസങ്ങളിലെ പെൻഷൻ തടയുന്നതാണ് എന്ന കാര്യം ഓർക്കുക. രണ്ടാമത്തെ അറിയിപ്പ്: നിലവിൽ ഈ ജൂലൈ മാസം ആകുമ്പോൾ 5 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശികയായി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ സുപ്രധാനമായ പ്രഖ്യാപനം എത്തിയത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലും സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിലുമാണ് ആശ്വാസകരമായ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. നിലവിൽ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ 8,000 രൂപയിൽ 2 ഗഡുവായ 3,200 രൂപ ഈ സാമ്പത്തിക വർഷം, അതായത് 2024-25 മാർച്ച് മാസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ്. എന്നാൽ ബാക്കി കുടിശ്ശികയായി നിൽക്കുന്ന 3 ഗഡുക്കൾ, അതായത് 4,800 രൂപ, അത് അടുത്ത സാമ്പത്തിക വർഷം, അതായത് 2025-26 സാമ്പത്തിക വർഷത്തിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതായത് നിലവിലെ 5 മാസ കുടിശ്ശികയിൽ 3 മാസത്തെ തുകയായ 4,800 രൂപ അടുത്ത സാമ്പത്തിക വർഷത്തിൽ, അഥവാ 2025 ഏപ്രിൽ മാസം തുടങ്ങിയിട്ടുള്ള സമയത്തിലെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി വരുന്ന എല്ലാ മാസവും കൃത്യമായി തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നടക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിമാസ പെൻഷൻ തുകയായ 1,600 രൂപ വർദ്ധിപ്പിക്കുവാൻ പോകുന്നതിനെ കുറിച്ചാണ്. സംസ്ഥാനത്ത് നൽകി വരുന്ന ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണ് എന്നാണ് സംസ്ഥാന നിയമസഭയിൽ മുഖ്യമന്ത്രി പങ്കുവച്ചത്. പ്രത്യേക പ്രഖ്യാപനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ 62 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. പെൻഷൻ തുക ഘട്ടം ഘട്ടമായി 1,600 രൂപ വരെയാക്കിയെന്ന കാര്യവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. 1,600-ൽ നിന്നും 2,500 രൂപയിലേക്ക് പെൻഷൻ തുക എത്തിക്കും എന്നായിരുന്നു ഈ ഇടതു സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാൻ ആയിട്ടില്ലെന്നത് ഒരു സത്യമാണ്. ഇനിയുള്ള 2 വർഷത്തിനുള്ളിൽ തന്നെ ക്ഷേമ പെൻഷനിൽ വർധന വരുത്തുമെന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകുന്നതാണ്. ജൂലൈ 21-നും 31-നും ഇടയിലായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക. ഒരു മാസത്തെ പെൻഷൻ തുക തന്നെയായിരിക്കും, അതായത് 1,600 രൂപ തന്നെയായിരിക്കും ജൂലൈ മാസത്തിലും വിതരണം ചെയ്യുക എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.